ഹലോ വെൽക്കം ടു ലിവിങ് ഡിജിറ്റൽ. ഇന്ന് ഞാൻ നത്തിങ്ങിൻ്റെ 3A ലൈറ്റ് എന്ന ഫോണ് പരിചയപ്പെടുത്താം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു ഫോണാണ് കേട്ടോ, 3A ലൈറ്റ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. കാരണം ഈ ഫോണിന് ഒരുപാട് പേര് നെഗറ്റീവ്സ് പറഞ്ഞ ഒരു ഫോണാണ്. പക്ഷേ ഞാനിത് വാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഓഫ്ലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അതും എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗാലക്സി S22 ഉണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അധികം പ്രൈസ് കൂട്ടാതെ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കിയപ്പോൾ ഇതെടുത്താണ്. ഒരിക്കലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ഡേ ടു ഡേ പർപ്പസിന് പറ്റിയ ഒരു ഫോൺ. സോ ഇതിന് 22,500 ആണ് പ്രൈസ് വന്നത്. 8GB 256 ആണ് ഇതിൻ്റെ സ്പെക്സ് വരുന്നത്. ഇത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഇത് തന്നെയാണ് CMF ഫോൺ 2 Proയിലും വന്നിട്ടുള്ളത്. CMF ഫോൺ 2 Proൻ്റെ ആക്ച്വലി ഒരു റീബ്രാൻഡഡ് വേർഷനാണ് ഈ ഫോണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാതും സെയിം തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു CMF ആയപ്പോൾ അതിൻ്റെ ഒരു കേസിലേക്ക് കയറി ഇതായപ്പോൾ ഇങ്ങനെ വന്നു. 1-2 മാറ്റങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊന്ന് ക്യാമറയിൽ ഒരു ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ട്. ഇതിലൊരു 8 MP അൾട്രാ വൈഡാണ്. CMFൽ 50 MP ടെലിഫോട്ടോ ലെൻസ് 2x ടെലിഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല. CMFൻ്റെ കൂടെ ചാർജർ ഉണ്ട്. പക്ഷേ CMF ഓഫ്ലൈനായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ നത്തിങ്ങിൻ്റെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇത് മിക്ക ഷോപ്പുകളിലും ഈ ഫോൺ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത് എന്താ പറയുക, ഒരു ചെറിയ പ്രൈസുണ്ട്. ഒരു 20,000 റേഞ്ചിലൊക്കെ നമുക്ക് ഒരു ബ്ലോട്ട് വെയർ ഫ്രീ ആയിട്ടുള്ള ഫോൺ ഓഫ്ലൈനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അതർ ദാൻ മോട്ടറോള ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മോട്ടറോള ഉണ്ട്. മോട്ടറോളയിൽ ഇപ്പോൾ അവരുടെ വക കുറേ സാധനങ്ങൾ കയറി വരാൻ തുടങ്ങി. ആഡ്സ് ഒന്നുമില്ല, പക്ഷേ അവർ കുറേ ആപ്പുകൾ, ഈവൻ അപ്ഡേറ്റിലൂടെയൊക്കെ നമുക്ക് പുതിയ ആപ്പുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നത്തിങ്ങിൽ ഇല്ല എന്നല്ല, നത്തിങ്ങിലും ഇപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഫോണിൽ ഞാൻ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇതിൽ നോട്ടീസ് ചെയ്തതിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ആ ഫേസ്ബുക്കിനൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. അതേപോലെ ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് വരുന്നുണ്ട്. പിന്നെ മേലെ ഇങ്ങനെ ആപ്പ് റെക്കമെൻഡേഷൻസ് ആഡായിട്ട് വരുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തു. പക്ഷേ നത്തിങ്ങിൽ സാധാരണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നത്തിങ് ഒരു പടി പിന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആകെ ഇതിൽ എക്സ്ട്രാ വന്നത് ഈ ഒരു ഗ്ലിഫ് ലൈറ്റ് ഉണ്ട്. അത് വന്നിപ്പോൾ അവിടെ എത്തി ഗ്ലിഫ് ലൈറ്റ്. വേറെ മറ്റുള്ളതിലൊക്കെ ഇവിടൊക്കെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ ഒരു ഡോട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എടുത്ത ഫോട്ടോസാണ് ഞാൻ സൈഡിൽ കാണിക്കുക. ആ ഫോട്ടോ ഇത് ഫ്രണ്ട് ക്യാമാണ്. ഫ്രണ്ട് ക്യാം 16 MP. ഇത് ബാക്ക് ക്യാമാണ്. ബാക്ക് ക്യാം 50 MP. പിന്നെ ബാക്കിൽ 4K 30 FPS വീഡിയോ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ 1080 60 FPS. ഫ്രണ്ടിൽ 1080 സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ നല്ലത് തന്നെയാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറ ക്വാളിറ്റി ഡീസൻ്റ് ആണ്. സൗണ്ട് വളരെ മോശമാണ്, തീരെ ക്ലാരിറ്റി ഇല്ല, തീരെ ലൗഡ്നെസ്സും ഇല്ല. ഇതൊരു സിംഗിൾ സ്പീക്കറാണ്, ഒരു മോണോ സ്പീക്കറായിട്ട് കിടക്കുന്ന ഒരു ഫോണാണ്. സാധാരണ ഇപ്പോൾ എല്ലാ ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൽ അതില്ല. പക്ഷേ ഇതിൽ എനിക്ക് കണ്ട 1-2 അഡ്വാൻറ്റേജസ് എന്താ ചോദിച്ചാൽ, ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും, കാരണം ഇത് 33 വാട്ട്സിൻ്റെ ചാർജർ സപ്പോർട്ടഡ് ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ CMF മുമ്പ് വാങ്ങിയ സമയത്ത് ഒരു ചാർജർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നത്തിങ്ങിൻ്റെ. അപ്പോൾ ആ ഒരു ചാർജർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കേബിളും ഉണ്ടായിരുന്നു. അത് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കയറുന്നുണ്ട്, പക്ഷേ അത്ര ഫാസ്റ്ററൊന്നുമല്ല. നമ്മൾ ഈ മോട്ടറോളേൻ്റെ ഒക്കെ ഇത് 68 വാട്ട്സിൻ്റെ ഒക്കെ ചാർജർ ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ടഡും ഉണ്ട്. അത്രയും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ വയർലെസ് ചാർജർ അങ്ങനത്തെ സംഭവങ്ങളും ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് ബാറ്ററി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് മേ ബി ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഈ കോമ്പാക്റ്റ് ഫോണുകളായതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ വലിയ ഫോണുകൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോൺ കിട്ടിയപ്പോൾ, ഈവൻ ദോ ഇത് 5,000 ഉള്ളെങ്കിലും എന്നെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. കാരണം ഇപ്പോൾ 7,000 ഉള്ള ഫോണുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നെപ്പോലെ കോമ്പാക്റ്റ് ഫോണുകൾ മാത്രം യൂസ് ചെയ്ത് പോയ ഒരാളെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഇതിലുണ്ട്. പിന്നെ 1-2 പോരായ്മകളും ഉണ്ട്. ഈ ഒരു പ്രൈസിന് ഇത് വർത്താണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വർത്തൊന്നുമല്ല. കാരണം ഇതിനേക്കാളും നല്ല ഫോണുകളുണ്ട്. പിന്നെ ഓപ്പോൻ്റെ K13 ഒക്കെ ഉണ്ട്, അത് നല്ല ഫോണാണ്. മിക്ക ഷോപ്പുകളിലും K13 ഒരുപാട് പീസ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്നൊരു ഫോൺ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നത്തിങ് എന്നുള്ളൊരു പേര്, അതേപോലെ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് കാര്യങ്ങൾ, പിന്നെ നത്തിങ്ങിൽ തന്നെ നമുക്ക് കുറേ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ നത്തിങ്ങിൻ്റെ ആ ഒരു മോണോക്രോം ആയിട്ടുള്ള ഡിസ്പ്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ആ ഒരു നത്തിങ് ഒരു യൂസർ ഇൻ്റർഫേസ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഫോണുകൾ എടുക്കുക. അതല്ലാതെ പോയിട്ട് എടുക്കരുത്. കാരണം ഒരു വാല്യൂ നോക്കുന്ന കസ്റ്റമർക്ക് പറ്റിയൊരു സംഭവമേ അല്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഫോണ് എക്സ്ചേഞ്ച് ചെയ്യാൻ
അത്യാവശ്യം പ്രൈസ് കിട്ടുന്ന എന്നാൽ വാങ്ങിക്കാൻ അധികം പ്രൈസും ഇല്ലാത്ത ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോൺ നോക്കിയതുകൊണ്ട് മാത്രം വാങ്ങിയതാണത്. പിന്നെ ഗെയിംസ് കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് തീരെ ഹീറ്റ് ആവുന്നില്ല കേട്ടോ. ചില ഫോണുകൾ നല്ല രീതിയിൽ ഹീറ്റ് ആവും നമ്മൾ കുറച്ച് നേരം യൂസ് ചെയ്താൽ. ഇതിനകത്ത് സംഭവങ്ങളൊന്നുമില്ല, നല്ല കൂളായിട്ട് തന്നെ ആൾ ഇരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ്. പിന്നെ ഇതിന് ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഇതും ഗ്ലാസ് ആട്ടോ. ഈ ബാക്കും ഗ്ലാസ്സാണ്, ഇവിടെയും ഗ്ലാസ്സാണ്. നല്ല പിടിക്കാനൊക്കെ നല്ല കുഴപ്പമില്ല. പക്ഷേ സാധാരണ നത്തിങ് ഫോണുകൾ പഴയതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ലുക്ക് തോന്നാറുണ്ട്. ആ ഒരു ലുക്ക് ഇവിടെ മിസ്സിങ് ആണ്. അതാണ് എനിക്ക് തോന്നിയത്. അതാണ് കാര്യങ്ങൾ. സോ താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കുക. വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കണ്ടീഷൻസിനൊക്കെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ